പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ പാചകവാതക പ്രതിസന്ധിയിൽ നാട് വലയുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലുണ്ടായ പ്രതിസന്ധിയെക്കാളും പ്രതിസന്ധി കടുക്കുന്നുവെന്നാണ് നമുക്ക് വിവരം. സംസ്ഥാനത്ത് ഏതാണ്ട് പകുതിയോളം ഹോട്ടലുകൾ അടച്ചുപൂട്ടിയെന്നും വിവരമുണ്ട്. വാണിജ്യ സിലിണ്ടർ ലഭ്യത കുറഞ്ഞതോടെ ബദൽ മാർഗം തേടുകയാണ് ഇപ്പോൾ ജനങ്ങൾ. LPGയിൽ നിന്ന് PNGയിലേക്ക് മാറാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. വലിയ വിലയ്ക്ക് പാചകവാതകം വിൽക്കുന്നവർക്കെതിരെ സർക്കാർ നടപടികളും തുടങ്ങി. അതേസമയം സൗദി അറേബ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലുമായുള്ള ഒരു എണ്ണക്കപ്പൽ കൂടി ഇന്ന് ഇന്ത്യയിൽ എത്തിച്ചേരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ ബ്യൂറോ മേധാവികൾ ചേരുകയാണ്. തിരുവനന്തപുരത്ത് ജിവിൻ JB, കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണ, കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി, ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തി, ബംഗളൂരു നഗരത്തിൽ നിന്ന് സജു ചാമക്കാലി എന്നിവർ തത്സമയം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഗായ്സ്, മൈ ഡിയർ ആർമി. ആദ്യം ദീപക് ധർമ്മടത്തിലേക്ക് കോഴിക്കോട് നിന്നാണ് ദീപക് ചേരുന്നത്. ദീപക് ഗുഡ് മോർണിംഗ്. ദീപക്, കോഴിക്കോട്ടും പരിസര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ വല്ലാത്ത അവസ്ഥയാണ് ഈ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്താണ് നൽകാൻ കഴിയുക നമ്മുടെ ജനങ്ങൾക്ക്? SKN യുദ്ധക്കെടുതി എന്ന് നമ്മൾ സാധാരണ ഹെഡർ വയ്ക്കുന്ന ഒരു പദം മാത്രമാണ്. യഥാർത്ഥത്തിൽ യുദ്ധക്കെടുതി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിൻ്റെ തെളിവാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ഗവൺമെൻറ് PWD റെസ്റ്റ് ഹൗസിൻ്റെ ക്യാൻറ്റീനിലാണ്. റെസ്റ്റ് ഹൗസിൻ്റെ ക്യാൻറ്റീനിൽ രാവിലെ ഇപ്പോഴും ഇവിടെ പ്രഭാത ഭക്ഷണത്തിൻ്റെ പണി തുടങ്ങിയിട്ടില്ല. ഗസ്റ്റ് ഹൗസിൽ ഇപ്പോൾ താൽക്കാലികമായി മറ്റൊരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഗ്യാസ് ക്ഷാമം രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ വിറകടുപ്പ് സംവിധാനത്തിലേക്ക് പോയിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ഇലക്ട്രിക്കൽ അടുപ്പാണ്. ഈ ഇലക്ട്രിക്കൽ അടുപ്പ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സംവിധാനം. ഇതിനൊപ്പം തന്നെ സമാന്തരമായി ഇതിൽ വിറകിട്ട് കത്തിക്കാനുള്ള സംവിധാനം കൂടി ഏർപ്പാടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജയൻ കല്യാശ്ശേരി ക്യാമറാമാൻ ഒന്ന് ഈ ക്യാൻറ്റീൻ അകത്തേക്ക് നമ്മളെടുത്താൽ ക്യാൻറ്റീനിലെ ജീവനക്കാരുടെയൊക്കെ മുഖത്ത് ഒരു സങ്കടമാണ് കാണാനുള്ളത്. കാരണം ആവശ്യം പോലെ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. ഇപ്പോൾ അവിടെ കണ്ടില്ലേ SKN, നമുക്ക് കാണാം ഇൻഡക്ഷൻ കുക്കറിൽ അവർ ചായ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. ഇൻഡക്ഷൻ കുക്കർ പ്രവർത്തിപ്പിക്കുകയാണ്. ഇപ്പം രാവിലെ ചായ ഉണ്ടാക്കുന്ന ഇൻഡക്ഷൻ കുക്കറിലാണ് ഇപ്പം ഈ പൊതുവിൽ ഈ യുദ്ധത്തിൻ്റെ ഒരു അവസ്ഥ ക്യാൻറ്റീനിലും വന്നു തുടങ്ങിയോ? വന്നു തുടങ്ങി. ഇനിയിപ്പം 2 ദിവസം കൂടി കഴിഞ്ഞ് ഗ്യാസിൻ്റെ ഇവിടുത്തെ ഗ്യാസിൻ്റെ തീരും അല്ല. പിന്നെ എന്ന് പറഞ്ഞാൽ വിറകടുപ്പിലോട്ട് പോകേണ്ടുള്ള ഒരു അവസ്ഥയായി. ഇപ്പം വിറകടുപ്പിലാണ് പകുതിയും ചെയ്യുന്നത്. ഇപ്പം അത് നിങ്ങൾക്കൊക്കെ മനസ്സിലൊരു ആശങ്കയായി. വരുന്നവർ ചോദിക്കുന്ന ഭക്ഷണം, അതിഥികൾ എത്തുന്നു, സർക്കാർ അതിഥികൾ എത്തുന്നു, ഭക്ഷണം കൊടുക്കാൻ പറ്റുണ്ടാവും. ഉണ്ടാവും. ഇപ്പം തന്നെ അടുത്ത് കടകളെല്ലാം ക്ലോസ് ആയി തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ടെൻഷൻ ഉണ്ടോ? ടെൻഷനൊന്നുമില്ല. അപ്പൊ ഭക്ഷണം കൊടുക്കാണ്ടെന്ന് കഴിഞ്ഞാൽ അവർക്ക് വിഷമാവൂലേ? അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഗ്യാസ് ഇങ്ങനെ യുദ്ധം അവരെ അവസാനിപ്പിക്കണ്ടേ? ഇതാണ് SKN. ക്യാൻറ്റീൻ ജീവനക്കാർ പോലും പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കണ്ടേ എന്നുള്ളതാണ്. നമുക്കിവിടെ ഗസ്റ്റ് ഹൗസിൽ അതിഥികളായി എത്തിയവരോട് തന്നെ ചോദിക്കാം. ഒരു ഫാമിലി ഇവിടെ എത്തിയിട്ടുണ്ട്. എവിടെ നിന്ന് വന്നതാണ് നിങ്ങൾ? ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വന്നതാണ്. ട്രിവാൻഡ്രത്തും പാചകവാതക പ്രശ്നം രൂക്ഷമാണെന്നാണ് നമ്മുടെ റിപ്പോർട്ടർമാർ അറിയിച്ചത്. ഈ എത്രമാത്രം ഒരു ടെൻഷൻ ഉണ്ട് ഇതിങ്ങനെ ഈ യുദ്ധം തുടരുന്നതിൽ നമ്മുടെ അടുക്കളയെ ബാധിക്കുന്നത്? അടുക്കളയിൽ നമ്മുടെ നിത്യോപയോഗമായിട്ട് ഉള്ള ഒരു സാധനമാണല്ലോ ഗ്യാസ്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ജോലിക്ക് പോകുന്നവർക്കാകുമ്പം രാവിലെ ജോലിയൊക്കെ തീർത്ത് അടുപ്പുമായിട്ട് മല്ല യുദ്ധത്തിന് പറ്റത്തില്ല. അപ്പോൾ തീയടുപ്പുമായിട്ട് യാതൊരു വിധത്തിലും മല്ല യുദ്ധം നടത്താൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഗ്യാസ് കൂടിയേ തീരൂ. ഗ്യാസ് ഇല്ലെങ്കിൽ ഇനി ലീവ് എടുക്കേണ്ടി വരാൻ പറ്റത്തില്ലല്ലോ. ജോലി മാറ്റാൻ വയ്ക്കാൻ പറ്റില്ല. വീട്ടിലെ പാചകത്തെ കുറിച്ചാണ് പിന്നെ നമുക്ക് ഉള്ള ഫ്രൂട്ടും അതുമൊക്കെ ആയിട്ട് ജീവിക്കേണ്ടി വരും. ഈ ചേട്ടനോട് ചോദിക്കാം. ചേട്ടൻ ഇപ്പം ഇവിടുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചായ കൂടി ഇനി അധിക നാൾ നീളുമോ ഗ്യാസ് ഇല്ലെങ്കിൽ? പ്രശ്നമാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ട്രെയിനിൽ അവിടെ ഒരു സാധാരണ ചായ കുടിച്ചിട്ടാണ് വരുന്നത്. അപ്പം ട്രിവാൻഡ്രത്തൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 10-200 മേൽ കടകൾ അടച്ച് കഴിഞ്ഞു. ലോക്കലിയുള്ള കടകളൊക്കെ ഗ്യാസ് തീരുകയാണെന്നാണ്. പ്രശ്നമാവും. ഞങ്ങൾ സ്ഥിരമായിട്ട് കോഴിക്കോട് വരുന്ന ആളുകളാണ്. മാസത്തിലൊരു 3 പ്രാവശ്യം. പ്രതിസന്ധിയെ കുറിച്ച് എന്താ പറയുന്നത്? പ്രതിസന്ധി ഇത് ശരിക്കും ഗ്യാസ് എന്ന് പറയുന്നത് ഇത്രയും വളരെ അത്യന്താപേക്ഷിതമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. SKN, ഇതാണ് അവസ്ഥ. ഈ പ്രതിസന്ധി യഥാർത്ഥത്തിൽ നമ്മൾ ചിരിച്ചു തള്ളുന്നുണ്ടെങ്കിലും അത് രൂക്ഷമാണ്, അത്രമേൽ രൂക്ഷമാണ്. കാരണം സർക്കാർ സംവിധാനത്തിലുള്ള ക്യാൻറ്റീനുകളിൽ പോലും ഈ പ്രതിസന്ധി എത്തിത്തുടങ്ങിയിരിക്കുന്നു എന്ന സൂചനയാണ് കോഴിക്കോട് PWD റെസ്റ്റ് ഹൗസിലെ അടുക്കളയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. SKN, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.